ടെക്നിക്കൽ വീഡിയോകൾ മലയാളത്തിൽ കാണുന്നതിനായി മല്ലു ടെക് ടോക്സിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനടുത്തായി കാണപ്പെടുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുന്നതിലൂടെ മല്ലു ടെക് ടോക്സിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ തീർച്ചയായിട്ടും മാറ്റേണ്ട ചില സെറ്റിങ്ങുകളുണ്ട്. അവ ഡിഫാൾട്ടായിട്ട് ഓണായിട്ടും ഡിഫാൾട്ടായിട്ട് ഓഫായിട്ടും കിടപ്പുണ്ട്. എന്നാൽ ഇത് തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഈ സെറ്റിങ്ങുകൾ ഏതെല്ലാമാണ്, ഇവ മാറ്റുന്നതിൻ്റെ അത്യാവശ്യകത എന്താണ്, ഇതിനെല്ലാം കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ പേര് ജിബിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മല്ലു ടെക് ടോക്സിൻ്റെ പുതിയ വീണ്ടും സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പം വിൻഡോസ് സെറ്റിങ്സിൻ്റെ സീരീസിലെ മൂന്നാമത്തെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. കഴിഞ്ഞ ട്യൂട്ടോറിയൽ വീഡിയോയിൽ നമ്മൾ പ്രൈവസി സെറ്റിങ്സിൻ്റെ ഒരു സെറ്റിങ് ജനറൽ സെറ്റിങ് നമ്മൾ നോക്കി. ഇനി അതിൻ്റെ ഒരു സീക്വലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രൈവസി സെറ്റിങ്സിലെ സ്പീച്ച് ടാബ്, ഇങ്കിങ് ആൻഡ് ടൈപ്പിംഗ് പെർഫോമൻസ് ടാബ്, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഫീഡ്ബാക്ക് ടാബ് എന്നിവയാണ് നമ്മളിന്ന് നോക്കുവാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നമുക്ക് വിൻഡോസ് സ്റ്റാർട്ട് മെനു എടുക്കാം. ഓക്കെ, അതിൽ നിന്നും പ്രൈവസി സെറ്റിങ്സ്. ഓക്കെ, ഇനി പ്രൈവസിയുടെ അകത്തുനിന്ന് ജനറൽ ടാബ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് നോക്കിയിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇനിയും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് സ്പീച്ച് ടാബ്. ഈ ടാബിൽ പറയുന്ന ഈ സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന കോർട്ടാനയോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ ശേഖരിക്കുകയും അതിനനുസൃതമായിട്ടുള്ള സജഷൻസും അതുപോലെ തന്നെ സെറ്റിങ്സ് മോഡിഫിക്കേഷനും ഇവർ നൽകുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്യാം. കാരണം നമ്മൾ പറയുന്ന എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്യുന്നത് പ്രൈവസി ഇഷ്യൂ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നേരത്തെ മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രൈവസി റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് ഓണാക്കി ഓഫായും ചെയ്യുക. നിങ്ങൾ ഓരോ വ്യക്തിയിൽ അനുസൃതമായിരിക്കും ഈ ഓരോ സെറ്റിങ്ങുകളും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇങ്കിങ് ആൻഡ് ടൈപ്പിംഗ് പെർഫോമൻസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു, ആ വെബ്സൈറ്റിൽ നമ്മൾ എന്തെല്ലാം ടൈപ്പ് ചെയ്യുന്നു, ആ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചിട്ട് അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവർ സജഷൻസായിട്ടും മറ്റും നൽകുന്നതായിരിക്കും. നമുക്ക് ഈ സെറ്റിങ്ങും നമുക്ക് ഓഫാക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഡയഗ്നോസ്റ്റിക് ആൻഡ് ഫീഡ്ബാക്ക്. ഓക്കെ, ഈ ഡയഗ്നോസ്റ്റിക് ടാബിൽ ഈ സെറ്റിങ്ങുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അത് മൈക്രോസോഫ്റ്റിൻ്റെ ഡേറ്റാ ബേസിലോട്ട് അപ്ലോഡ് ചെയ്യും. അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഫീഡ്ബാക്കായിട്ട് തരികയും അതുപോലെ തന്നെ സിസ്റ്റം മോഡിഫിക്കേഷൻ വരുത്തുകയും അവർ ചെയ്യും. ഓക്കെ, അവരുടെ ഓവറോൾ പെർഫോമൻസിന്, വിൻഡോസിൻ്റെ ഓവറോൾ പെർഫോമൻസിനായിട്ടുള്ള സിസ്റ്റം മോഡിഫിക്കേഷൻസ് അവർ വരുത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇത് നിങ്ങൾ അനുസൃതമായിരിക്കും കഴിവതും ബേസിക്കിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ബേസിക്ക് കൊടുക്കുമ്പോഴത്തേക്കും താഴത്തെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതന്നെ. ഓക്കെ, ബേസിക് കൊടുക്കുമ്പോഴത്തേക്ക് താഴത്തെ ഈ ഇംപ്രൂവ് ആൻഡ് ഇങ്കിങ് ആൻഡ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഇംപ്രൂവ് ഇങ്കിങ് ആൻഡ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ താഴെ ടൈലേർഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും സെയിം കാറ്റഗറിയിൽ പെടുന്നത് തന്നെ, അത് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ഡയഗ്നോസ്റ്റിക് ഡേറ്റ ഉണ്ട്, അത് പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വ്യൂ ഡയഗ്നോസ്റ്റിക് ഡേറ്റ 1 GB സ്പേസിൽ അവർ അവരുടെ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, നമുക്കത് ഓൾറെഡി ഓഫായി കിടക്കുകയാണ്. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക്, നമുക്കത് ഫീഡ്ബാക്കിൻ്റെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇഷ്ടാനുസരണം നമുക്ക്
ഫീഡ്ബാക്കിൻ്റെ ഇതവർ ചോദിക്കും നമ്മളത്. അപ്പോൾ നമുക്കിത് നെവറിലോട്ട് കൊടുക്കാം. ഓക്കെ, അത് ഫീഡ്ബാക്ക് ചോദിക്കുന്നതെന്ന് പറയുന്നത് നമ്മളത്തത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. നമുക്കത് നെവറിലോട്ട് കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കത് ആൾവേസ് എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിൽ നെവറെന്ന് കൊടുക്കുക. പിന്നെ താഴെ ഇവിടെ റെക്കമെൻഡഡ് ട്രബിൾ ഷൂട്ടിംഗ് നമുക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, ട്രബിൾ ഷൂട്ടിംഗ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്യാനുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. പ്രോബ്ലം വിതൗട്ട് ആസ്കിങ്, ചോദിക്കാതെ തന്നെ ഫിക്സ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെൽ മീ വെൻ പ്രോബ്ലംസ് ഗെറ്റ് ഫിക്സ്ഡ്, അതായത് പ്രോബ്ലംസ് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. പിന്നെ ആസ്ക് മീ ബിഫോർ ഫിക്സിങ് പ്രോബ്ലംസ്, ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് പെർമിഷൻ ചോദിക്കുന്നത്. അടുത്തത് ഒൺലി ഫിക്സ് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ഫോർ മീ, ക്രിട്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് മാത്രം ഫിക്സ് ചെയ്യുക. നിങ്ങളുടെ അനുസൃതമായിരിക്കും ഇത്. ഓക്കെ, കഴിവതും ആസ്ക് മീ ബിഫോർ ഫിക്സിങ് പ്രോബ്ലംസ് എന്ന ഈ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ആക്ടിവിറ്റി ഹിസ്റ്ററി. ഈ ആക്ടിവിറ്റി ഹിസ്റ്ററിയിൽ മെയിനായിട്ട് 2 ചെക്ക് ബോക്സുകളാണ് നമുക്കുള്ളത്. അതിൽ സ്റ്റോർ മൈ ആക്ടിവിറ്റി ഹിസ്റ്ററി ഇൻ ദിസ് ഡിവൈസ്, ഈ ഡിവൈസിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു റെക്കോർഡ് ഈ ഡിവൈസ്, അതായത് നമ്മുടെ PC-യിൽ സ്റ്റോർ ചെയ്യാൻ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിനുള്ള ഓപ്ഷനാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ ടിക്ക് ചെയ്യുന്നു. പിന്നെ സെൻഡ് മൈ ആക്ടിവിറ്റി ഹിസ്റ്ററി ടു മൈക്രോസോഫ്റ്റ്, നമ്മളുടെ ആക്ടിവിറ്റി ഹിസ്റ്ററി മൈക്രോസോഫ്റ്റിന് കൈമാറാൻ, അല്ലെങ്കിൽ അവർക്കത് സെൻഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് അവർ ചോദിക്കുന്നത്. നമുക്കിത് അൺടിക്ക് ചെയ്യാം. കാരണം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബ്രൗസിങ് ഹിസ്റ്ററി ആയാലും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു റെക്കോർഡ് ഫ്രീക്വൻ്റായിട്ട് മൈക്രോസോഫ്റ്റിന് അയച്ചു കൊടുക്കുന്നൊരു സമ്പ്രദായം അവർ വിൻഡോസ് 10 അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർമിഷനാണ്. പിന്നെ അതിനും അൺചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത്രയാണ് പ്രൈവസിയുടെ ഉള്ളിലെ സെറ്റിങ്സിൻ്റെ അകത്തുള്ള പ്രൈവസിയുടെ ഉള്ളിലെ ജനറൽ കാറ്റഗറി സെക്ഷനിൽ വിൻഡോസ് പെർമിഷൻ എന്ന് പറയുന്ന ടാബ് റോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സെറ്റിങ്സുകളാണ് ഇവയെല്ലാം. ഓക്കെ, ഇനി അടുത്തത് ആപ്പ് പെർമിഷൻസ് പറഞ്ഞ് വേറൊരു സെറ്റിങ്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം എന്താണ്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല ടോപ്പിക്സുകൾക്ക്, വിൻഡോസ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ടോപ്പിക്സുകൾക്കൊക്കെ വേണ്ടി വിൻഡോസ് എങ്ങനെ ഉപയോഗിക്കാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പുതിയ പുതിയ നൂതന ടെക്നോളജികൾ, അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി കാണപ്പെടുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയയുടെ ലിങ്ക്സ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അവിടെ എന്നെ ഫോളോ ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ജിമിൻ സൈനിങ് ഔട്ട് ഫ്രോം മലയാളം ടെക് ടോക്സ്. സയനര.